നമ്മുടെ മലയാള സിനിമയിൽ ശ്രീനിവാസനൊപ്പം ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച ഉർവശി നമുക്കിപ്പം ശരിയാണ്. ഉർവശി നമ്മളെയൊക്കെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ശ്രീനിവാസൻ അന്തരിച്ചു എന്നുള്ള കാര്യം. എനിക്കറിയാം ഉർവശിക്ക് ഒരുപാട് ഓർമ്മകൾ ഉണ്ടാകും ശ്രീനിവാസനെക്കുറിച്ച്, ശ്രീനിവാസൻ എന്ന നടനെക്കുറിച്ച്, സംവിധായകനെക്കുറിച്ച്, ശ്രീനിവാസൻ എന്ന വ്യക്തിയെക്കുറിച്ച്. എങ്ങനെയാണ് ഈ മനുഷ്യനെ നമ്മൾ ഓർമ്മിക്കുക? സാർ, എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു വാർത്ത ഞാൻ ഉൾക്കൊള്ളാനുള്ള സമയം എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ചെന്നൈയിലൊരു ഷൂട്ടിങ്ങിലാണ്, ഞാനും ജയറാമും ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു സിനിമയുടെ ഷൂട്ടിലാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, ഒട്ടും എന്ന് വെച്ചാൽ ഒട്ടും. ഏറ്റവും അവസാനം എറണാകുളത്തൊരു സിനിമയുടെ പൂജയിലാണ് കണ്ടത്. അന്ന് ഒരുപാട് കാര്യങ്ങൾ ഓർത്തെടുത്ത് പറയാനായിട്ടുള്ള ശ്രീനിയേട്ടൻ്റെ ഒരു എന്താ പറയുക ഒരു ഉത്സാഹം അവിടെ നിന്ന് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി സത്യത്തിൽ. പിന്നെ ഒരു സിനിമ എങ്ങനെ ഉണ്ടായി, അതിന്റെ കഥ അന്ന് ആദ്യം പറഞ്ഞിരുന്ന ആ കഥ ഞാൻ മറന്നുപോയി. പക്ഷെ ശ്രീനിയേട്ടൻ അതിനെ ഓർത്തെടുത്ത് പറയുക, അതായിരുന്നു ആദ്യം എടുക്കാനിരുന്ന കഥ. പിന്നെ നമ്മൾ മാറി വേറൊരു കഥയിലേക്ക് പോകുമായിരുന്നു എന്നൊക്കെ വലിയ ഉത്സാഹത്തിലാണ് പറഞ്ഞത്. അതിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സിബി മലയിലിന്റെ പിന്നെ 40-ാം വർഷം അതിനുവേണ്ടിയുള്ള ചടങ്ങുകൾ നടന്നപ്പോഴും ശ്രീനിയേട്ടനെ അന്നും കണ്ടു. അപ്പോഴും നമുക്ക് ശരിയാവും, ഇതൊക്കെ കടന്നു പോവും. വീണ്ടും ശ്രീനിയേട്ടൻ സിനിമയിലേക്ക് മടങ്ങി. ഞാൻ ശ്രീനിയേട്ടൻ ഒന്നിക്കാണ് ഞാൻ ധരിച്ചിരുന്നത്. എനിക്ക് എന്താ പറയുന്നത്, ഇപ്പം കൂടുതലൊന്നും പറയാൻ പറ്റുന്നില്ല. എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്, ഒത്തിരി ദുഃഖമുണ്ട്. ചേച്ചിക്ക് ധൈര്യം കൊടുക്കട്ടെ ഈശ്വരൻ, താങ്ങാനുള്ള ശക്തി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അത്രേ പറയാൻ പറ്റുള്ളൂ ഇപ്പം. ഓക്കെ ഉർവശി, എനിക്ക് മനസ്സിലായി. ഉർവശിക്ക് അത്രമാത്രം വ്യക്തിബന്ധമുള്ള ആളാണ് ശ്രീനിവാസൻ എന്ന് എനിക്കറിയാം. നടി ഉർവശി പ്രതികരിക്കുകയായിരുന്നു. നടി ഉർവശി ഇപ്പോൾ തമിഴ്നാട്ടിൽ ജയറാമിനൊപ്പം ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിലാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.